ഹായ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അമ്പലത്തിൽ വന്നതാണ്. നമ്മളെ അപ്പോസിൻ്റെ പൂജയാണ് കേട്ടോ. ഒന്ന് പക്ഷെ അപ്പോസിനെ കിട്ടിയില്ല. അപ്പോസിന് ട്യൂഷൻ ഉണ്ട്. അപ്പോൾ അവനോട് പറഞ്ഞു വിട്ടു ഞങ്ങൾ പോകുന്നു കേട്ടോ. സന്തോഷേട്ടനും ഉണ്ട്. അപ്പോൾ അങ്ങനെ രാവിലെ അമ്പലത്തിൽ വന്ന് രാവിലത്തെ നമ്മളെ നടത്തവും പിന്നെ അത് സന്തോഷേട്ടൻ്റെ ജിമ്മെല്ലാം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നെ നമുക്കിന്ന് വിരുന്നുകാരും വീട്ടുകാരാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞേ അപ്പം അങ്ങനെ വിരുന്നുണ്ട്. നമുക്ക് വിശേഷപ്പെട്ട ദിവസമാണ്, സന്തോഷപ്പെട്ട ദിവസമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കാണിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളെ പൂജയൊക്കെ തുടങ്ങാനായിട്ടുണ്ട് അല്ലേ അമ്മ? അപ്പോൾ തൊഴാട്ടോ. എന്തായാലും ഏലൊക്കെ എത്ര വർഷം ബാക്കുണ്ട് അല്ലേ? പിന്നെ പറയാനറിയില്ല, കുറേ വർഷം പഴക്കമുണ്ട്. തുടങ്ങിയാലും ബിസി ഫുള്ള് ബിസിയുള്ള ദിവസം. ഇന്നും നാളെയൊക്കെ നല്ല ബിസിയാണ്. പക്ഷെ ഈ അമ്പലം കൂടുതൽ ആർക്കും അറിയാത്തുണ്ടാവും. ഒരു ആൾക്കാർ കുറച്ചുള്ളൂ ഇപ്പോൾ. സ്ഥലം പറഞ്ഞോ ചേരിപ്പറമ്പ് വരുമ്പോൾ. ചേരിപ്പറമ്പിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. അരിമ്പ്ര വഴി വരുമ്പോൾ പിന്നെ ഇവിടെ ഉള്ളിലേക്ക് രണ്ട് അമ്പലങ്ങളുണ്ട്. ഒന്ന് പെരുമുണ്ട, ഒന്ന് കരിക്കാളികാവ് അമ്പലമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു അമ്പലമുണ്ട്. പിന്നെ വിഷ്ണു ക്ഷേത്രം ഇങ്ങോട്ട് വരുന്നതാണ്. ഉള്ളിലേക്ക് വരുന്നത് രണ്ട് ക്ഷേത്രങ്ങളാണ് കേട്ടോ അങ്ങോട്ടുള്ളത്. ചേരിപ്പറമ്പ് അവിടെ നിന്ന് അങ്ങോട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ മുതിരിക്കൂടെ വരികയാണെങ്കിലും പാലക്കോട് നമ്മൾ അങ്ങോട്ട് തിരിയുമ്പോൾ അങ്ങോട്ട് ഉള്ളിലേക്ക് ഇറങ്ങണം. അപ്പോൾ ഇനിയിപ്പോൾ വൃശ്ചിക മാസത്തിൻ്റെ ഓരോ തിരക്കിലാണ്. അതന്നെ ഓരോ അച്ഛനെ വരുന്ന കണ്ടില്ലേ നമ്മള്? ഇന്നലെ ഒരു അച്ഛനായി വരുന്ന കണ്ടേന്നു. അമ്മയ്ക്ക് എവിടേക്കൊക്കെ പോകണമെന്നുണ്ട് അമ്പലത്തേക്ക് കുറച്ചായിട്ട്. നമ്മളതിന് പറഞ്ഞുള്ള അമ്പലങ്ങളിലൊക്കെ പോവാനേ ഓരോ കാരണം കൊണ്ട് ഇങ്ങനെ നീങ്ങി മാറി പോവാണേ. ഇപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച തിരുമാന്താംകുന്ന് പോവാൻ അത്രയും പറഞ്ഞിട്ട് നിന്നതായിരുന്നു. അന്ന് അപ്പൂസിന് ക്ലാസ് ഉണ്ടായി. അപ്പോൾ ക്ലാസ് നമുക്കിപ്പോൾ അത്രയും പ്രാധാന്യം കൊടുത്ത് പോകേണ്ട സമയമുണ്ട്. അത് കളഞ്ഞില്ല, അതുണ്ടായത് കേട്ടോ. ഇനിയിപ്പോൾ നാളെ പോണെങ്കിൽ നമുക്ക് കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ നാളത്തെയും പോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്നൊക്കെയാ പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഒക്കെ അമ്മേനെ കൂട്ടിയിട്ട് പോകാന് ഞങ്ങൾ വിചാരിക്കണതേ. അപ്പോൾ അതാണ് ഇപ്പോൾ പ്രശ്നം. അമ്മേനെ ഇവിടെ ഇട്ട് പോകാൻ പറ്റില്ല. അമ്മേനെ കൂട്ടി തൊഴാളിന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ ഓരോ കുട്ടി എങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ട്. എന്തൊക്കെയാ നോക്കട്ടെ. രണ്ട് ഭാഗവും പാടത്തിന്റെ നടുവിലൂടെയാണ് ഈ റോഡ്. ഒരു വണ്ടി വന്നാൽ മാറിക്കൊടുക്കാൻ സ്ഥലമല്ല. ആദ്യം റോഡ് ഉണ്ടേന്നില്ല കേട്ടോ. ഒരു വരമ്പല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് നമുക്ക് റോഡായത്. അതെ, അതാണ് എല്ലാരും പോയി നടന്ന സ്ഥലം. അതെ, അച്ഛനും അമ്മയും പണിക്ക് പോയ സ്ഥലം അല്ലേ? അച്ഛന്മാര് പുതിയ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ലേ? ഊഞ്ഞാലാടാണ്. ഇപ്പൊ നമുക്ക് ഇന്ന് വളരെ സന്തോഷമുണ്ട്. ആരാ വരുന്നത്? ഒരാളും കൂടി അച്ഛൻ വരുന്നുണ്ട്. അപ്പൊ അച്ഛൻ തന്നെ ഏട്ടൻ പറയണേ. അതെ, പണ്ടൊക്കെ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് നമ്മളെ വീട്ടിലെ. പിന്നെ ഞാന് അച്ഛനെ അങ്ങനെ വിളിച്ചത്. അച്ഛനെ ഏട്ടെന്നാ വിളിച്ചത്. അപ്പൊ അതൊരു രസം. വിരുന്നേരെ കൊണ്ട് 2-3 ദിവസം ഞങ്ങൾക്ക് ഭയങ്കര തട്ടഞ്ഞു. കൊറേ ദിവസം നമ്മളിങ്ങനെ എല്ലാരും ഉണ്ടാവും വീട്ടില്. അപ്പൊ പക്ഷെ ഞങ്ങള് അങ്ങോട്ട് പോയിട്ടില്ല, വാസയുടെ അടുത്തേക്ക് പോയില്ല. അത് പിന്നെ അമ്മക്ക് അമ്മേനെ കൊണ്ട് പോകണം. അപ്പൊ അത്ര ദൂരം ഇപ്പൊ പറ്റൂലേ. അപ്പൊ കൊറേ നേരം ഇരുന്നാല് നടുവിനും ഒക്കെ പ്രശ്നം. ഇപ്പൊ തന്നെ കാലിന് കുട്ടീനെ കണ്ടിട്ടില്ല, കൊറേ പ്രശ്നങ്ങളുണ്ട്. അതെ, അപ്പൊ നമ്മള് പോണുണ്ട്. ഇപ്പൊ വിരുന്ന് പോയപ്പോ കാലിന് നീര് വന്നിട്ട് എന്താ സംഭവിച്ചെന്ന് അറിയില്ല. കുറച്ച് കാല് തൂക്കിട്ടിരുന്നിട്ട്
ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ അവസ്ഥ. നമ്മളെ വീട് എന്നുള്ള ഒരു ഇത് മാത്രമാണ് ഇപ്പോൾ അസുഖം ഏകദേശം ഒക്കെ ഒന്ന് മാറട്ടെ. എന്നിട്ട് വാചകം നിർത്തി പായസം കൊണ്ട് പാചകം കഴിഞ്ഞിട്ട് പാചകത്തേക്ക് കിടക്കല്ലേ. അപ്പൊ അതാണ് നമുക്ക് സന്തോഷം വന്നാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വിളിച്ചു പറയേ. ഇത് നല്ല ചൂടുണ്ട്. അമ്മയ്ക്ക് പായസം ഉണ്ടോ? ഞാൻ പായസം നടക്കാൻ പോണൊരു വയറ്റിൽ വെറുമേറ്റിൽ മധുരം കഴിക്കരുത്. അമ്മേന്റെ ഫോണ് അമ്മേന്റെ കോട്ടർമ ഫോൺ അടിക്കും. അല്ല സന്ദേശം വിളിച്ചിട്ട് ഫോണിക്ക് ഞാൻ ഫോൺ എടുക്കാതെ അമ്പലത്തേക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെ അതിലേക്ക് വിളി വന്നിട്ടുണ്ട്. വാസേനെ വിളിച്ചിട്ടുണ്ട്, സന്ദേശം വിളിച്ചിട്ടുണ്ട്. അംഗനവാടി ഉണ്ടല്ലേ? ഓ അംഗനവാടി കാണിച്ചു. അംഗനവാടി ഫുള്ള് കളർഫുൾ ആക്കി ഡ്രോയിങ് വെച്ചിട്ടുണ്ട്. എന്നാ നിവേദ്യ ഉണ്ട്, പിന്നെ സാധാ നമ്മളെ ശർക്കര പായസം ഉണ്ട് കേട്ടോ. അപ്പൊ കോരി നിവേദ്യം ആക്കി തിന്നാൻ പറ്റില്ലല്ലോ ചോറ്. നിങ്ങളെ ഞാൻ തിന്നാട്ടോ. ആരമ്മഞ്ഞി വരുന്നേ? ഇങ്ങോട്ട് വരുന്നുണ്ടോ? പേരുണ്ടോ? നേരത്തെ കുട്ടികള് സിജിന്റെ അച്ഛൻ വാസേട്ടൻ വരുന്നുണ്ട്. എല്ലാരും ഉണ്ട്. ഇങ്ങോട്ട് പോരും വേണമെങ്കില്. ചേച്ചി ഇത് നിവേദ്യ കേട്ടോ. ശർക്കരയുടെ അതി വെള്ള, പിന്നെ മധുരമുള്ള ഇത് നല്ല ചൂടുണ്ട്. രാവിലെ അത് കട്ടൻ ചായ കുടിക്കട്ടെ കേട്ടോ. എന്നിട്ട് പായസം. പാചകം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വാസേട്ടൻ വരട്ടെ. ഇടയ്ക്ക് ഞങ്ങൾക്ക് സ്റ്റോറി എടുക്കാണ്ട് ഭയങ്കര ബിസി കേട്ടോ. നമ്മള് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു, നമ്മള് സ്റ്റോറി എടുക്കാന്ന് പറഞ്ഞാല് കഥ എഴുതാൻ ഒരുപാട് സമയം മണിക്കൂർ കണക്കിന് വേണം. ഇപ്പൊ ഞങ്ങൾ കോൾ വിളിച്ചിട്ടില്ല. ചില ആൾക്കാർ കോൾ വിളിക്കുമ്പോൾ എടുക്കാൻ പറ്റണില്ല, തിരിച്ചു വിളിക്കലുണ്ട്. സ്റ്റോറി പിന്നെ എടുക്കാനൊരു 3 മണിക്കൂർ വേണം. സ്റ്റോറി എഴുതാന് കഥ കണ്ടുപിടിച്ച് എഴുതാന് കുറച്ച് സമയം പിടിക്കും. പിന്നെ അത് എടുക്കാനൊരു 3 മണിക്കൂർ. പിന്നെ അത് എഡിറ്റിങ്. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ഇതിന് ഇപ്പൊ സമയമല്ല, തീരല്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് നമ്മളീ വ്ളോഗ് കൊടുക്കണ്ട അതിന്റെ ഇടയിൽ കൂടെ വേണം. പിന്നെ ഇതൊക്കെ ഞങ്ങള് അമ്മയും മക്കളും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പോരും തല്ലും കച്ചറയും ഒക്കെ ഉള്ള സ്റ്റോറിയാണ് ഞങ്ങൾ എടുക്കണത്. അപ്പൊ അതുമായിട്ട് ഞങ്ങളെ ജീവിതമായിട്ട് ബന്ധമില്ല കേട്ടോ. അപ്പൊ അത് നമ്മളെ വീഡിയോയിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അത് സ്റ്റോറി അല്ലേ. അപ്പൊ അത് ഒരാൾക്ക് അറിയാഞ്ഞിട്ടാ തോന്നുന്നുണ്ട്. അതല്ല, അപ്പൊ ന്യൂസ് പാക്ക മറുപടി പറഞ്ഞിരുന്നു, എന്താ സിനിമ ആയിട്ട് കണ്ടിട്ടില്ലേ, സിനിമ പോലെ കരുതിയ മതി കേട്ടോ. അല്ലാതെ ഒരുപാട് സമയങ്ങൾ വരും. അതെ, നമ്മളത് അത്രയും ആൾക്കാരെ മുന്നിലെത്തിക്കുമ്പോ അതിലുള്ള പോയിന്റും കാര്യങ്ങളും ആൾക്കാർക്കും കൂടി ഒരു പാടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു കഥയൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. വെറുതെ എന്തെങ്കിലും ആക്കി എടുക്കല്ല. അപ്പൊ അതാണ് കുറച്ച് വൃത്തിക്കമ്മിയൊക്കെ ഉണ്ടാവും. ഇപ്പൊ കുഴപ്പമില്ല, സമയം കിട്ടൂല. നമുക്കിപ്പോ രണ്ടത്തേക്ക് സ്റ്റോറി എടുക്കാൻ എത്ര സമയം പിടിക്കും. പിന്നെ വീട്ടിലെ പണി ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പൊ നമുക്കിത് ചെയ്യണം. നമ്മള് വേറെ എന്തെങ്കിലും ജോലിക്ക് പോവാണെച്ചാല് 8 മണിക്കൂർ വഴുത്ത, ഇത് 8 മണിക്കൂറും 10 മണിക്കൂറും പോരാ. ഇതിന്റെ പിന്നാലെ രാത്രി 12 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് കടക്കണ വരെ ഞങ്ങൾക്ക് കമന്റും അതിന്റെ കാര്യങ്ങൾ സെറ്റിങ്സ് എഡിറ്റിംഗ് ആണ്. ഇപ്പൊ ഇനി തുടങ്ങണം. 9 മണിക്കാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്താല് 8 ഇനി 9 മണിക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ 3 മണിക്ക് ഒരു വീഡിയോ ഫ്രീ ആവും. പിന്നെ ഈ വ്ളോഗ് നമുക്ക് പിന്നെ എടുക്കാം. ഇനി 3 മണിക്ക് ഞങ്ങൾക്ക് ഒരു ചോറിന സമയം ഫ്രീ കിട്ടുള്ളൂ. അപ്പൊ സംഭവം ആൾക്കാർക്ക് തോന്നുന്നത് എന്താ വെച്ചാല് പെട്ടെന്നല്ലേ ക്യാമറ ഇങ്ങനെ പിടിച്ചാ പോരെ. ബാക്കിലുള്ള കാര്യങ്ങള് വീഡിയോ അറിയാം, നല്ല ബുദ്ധിമുട്ടാണ്. രാവിലെ ഞാനൊരു പാത്രം ചോറ് കൊണ്ട് വെച്ച് വെച്ചിട്ടുണ്ട്. നമ്മളൊരു സെക്കൻഡ് പോലും പാഴാക്കലില്ല. റബ്ബർ മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ കുട്ടികള് വരുന്ന സമയമല്ല. അപ്പൊ രാവിലെ തന്നെ ജിമ്മിന് പോകുമ്പോ ചിക്കനും സാധനം കൊണ്ടുവച്ച് വന്നത്. കാരണം ഇനി പോവാന് നമുക്ക് സമയമല്ല. ഇത്രയും സമയം നമുക്ക് വർക്കാണ്. പിന്നെ അത് കഴിഞ്ഞ അതിന്റെ എഡിറ്റിങ്, അത് കഴിഞ്ഞ മറ്റേ എഡിറ്റിങ്, അതിന്റെ ഇടയിൽ കൂടെ ഷോർട്ട്, അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് കുറെ ആൾക്കാർ ഫോൺ വിളിക്കുന്നുണ്ട്. അതൊക്കെ അറ്റൻഡ് ചെയ്യണ്ടേ ഫോണ്. അതൊക്കെ അറ്റൻഡ് ചെയ്യണം. നമുക്ക് സംസാരിക്കണമെങ്കിൽ കുറെ സമയം പോകും. കറി വെക്കാനൊക്കെ സാമ്പാറൊക്കെ കൊണ്ടുവരണം. നമ്മള് വാസേട്ടന് എന്താ സാമ്പാറൊക്കെ ഉണ്ടാക്കണം. അമ്പലത്തിൽ ഇപ്പോൾ ചിക്കനൊന്നും പറ്റൂല കേട്ടോ. അപ്പൊ നമ്മൾ അതെല്ലാം കൊണ്ടുവന്നിട്ട് ഈ വീടിന്റെ ഇടയിൽ നമ്മളെല്ലാം ആക്കിയിട്ട് അങ്ങനെ ആക്കിയെടുക്കും. അപ്പൊ അതിലൊക്കെ സന്തോഷമാണ് കണ്ടെത്തുന്നത്. അല്ലാതെ അതൊന്നും ഒരു പണി കാര്യങ്ങളല്ല കേട്ടോ. അപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ട് ചിലപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാനൊന്നും പറ്റൂല. ഒക്കെ ചിലതൊക്കെ മിസ്സായി പോകും. അപ്പൊ ഇനിയിപ്പോ പറഞ്ഞു തന്നിട്ട് സമയം മോഡൽ നമ്മള് ചായ കുടിക്കണം. ഞാൻ വീട്ടിൽ നിന്ന് 2 പൂരി വെച്ചിട്ടാ വന്നത്. അപ്പൊ നിങ്ങളെ ഉപ്പുമാവ് വയ്ക്കാം, യോഗ ഉണ്ട്.
എന്നിട്ട് ഒരേ പറഞ്ഞിട്ടൊന്നും കേട്ടോ. അപ്പൊ നിങ്ങള് അങ്ങാടിക്ക് പോന്നപ്പോ പെരിന്തൽമണ്ണയ്ക്ക് പോന്നപ്പോ പിന്നെ കാണണം തോന്നി വന്നു. ബസ് കണ്ടു പോലെ തോന്നിയാണ് പോകും. ഇടക്കര വഴിക്കോട് നിലമ്പൂര് കണ്ടപ്പോ അപ്പൊ ഇതിൽ കയറ്റുന്നു അത്ര അങ്ങനെയുള്ളു. വാസേട്ടൻ ചിക്കൻ കഴിക്കൂല. നമുക്കെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇന്ന് ചിക്കൻ ഉണ്ട്, മന്തി ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ വാസേട്ടൻ അതാണ് ഞങ്ങൾ ചിക്കൻ തിന്നൂല എന്നൊക്കെ അറിയാം. ഇന്നല്ലേലും ഈ വാസേട്ടന് നമ്മള് സ്പെഷ്യൽ ഒരുക്കുന്നുണ്ട്. ഇപ്പൊ ചേച്ചിന്റെ മോള് വിളിച്ചേ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു ആള് വരുന്നുണ്ട് പറഞ്ഞു. അപ്പൊ പിന്നെ നിങ്ങൾ പയ്യനെ നിങ്ങള് ചിറ്റി കിട്ടി. അപ്പൊ വാസേട്ടൻ തന്നെ പറഞ്ഞത് എനിക്ക് മനസ്സിലാവും. പിന്നെ എനിക്ക് മനസ്സിലാകാതെ ചേച്ചിന്റെ മകള് വന്നേ. അമ്മ ആദ്യം ഒരാള് വരുന്നുണ്ട് എന്നാ പറഞ്ഞത്. അറിയില്ലല്ലോ വിചാരിച്ചിട്ട് അമ്മ അങ്ങനെ പറഞ്ഞു. വാസേട്ടനാണെന്ന് പിന്നെ അറിഞ്ഞത്. അപ്പോഴാണ് മനസ്സിലായത്. കാരണം നമ്മളൊക്കെ എന്നോ വാസേട്ടല്ലേ അങ്ങനെ പോയിക്കോലൊക്കെ കാണുന്നതല്ലേ. ഞാൻ ഇങ്ങനെ പരിചയപ്പെട്ടതിന് മുന്നേ എന്റെ ഭാര്യ കുട്ടികളെ ഞങ്ങളെ പരിചയപ്പെട്ടു. അവര് കാരണമാണ് ഞാൻ അങ്ങനെ പരിചയപ്പെട്ടത്. പിന്നെ നമ്മളിങ്ങനെ എത്ര കുടുംബക്കാര് ബന്ധുക്കാര് നമുക്ക് നല്ല ബന്ധം കിട്ടിയില്ലേ. അങ്ങനെ അത് കണ്ടിട്ടാണല്ലോ അപ്പൊ അത് അപ്പൊ നമ്മള് കാണില്ലല്ലോ. അങ്ങനെ ഇപ്പൊ വാസേട്ടനുള്ള വെജിറ്റബിൾ നോക്ക. അതേപ്പോ നടക്കുള്ളൂ. റെഡിയായോ? വലിയ പണിയൊന്നും ഇല്ലല്ലോ. ആരാ വാസേട്ടാ വൃന്ദാവനം കൊടുന്നത്? വാസേട്ടാ ആരാ വൃന്ദാവനം വെച്ചേ? വാസേട്ടൻ വൃന്ദാവനം പറഞ്ഞിട്ട് പാട്ട് പാടുക കേട്ടോ. അപ്പം ഞാനും നാസാക്കാൻ്റെ വീട്ടിൽ പോലും ഞാനും വാസേട്ടനും കൂടി കേട്ടോ. നമ്മൾ അവിടെ വീട്ടിലായപ്പോൾ മുന്നേ ഉള്ള പരിചയമാണ്. അപ്പോൾ വന്നാൽ എപ്പോഴും എല്ലായിടത്തും ഒന്ന് കറങ്ങും ഞങ്ങൾ. സന്തോഷേട്ടനും അമ്മയും പോയില്ല. ഞാനും വാസേട്ടനും ഒന്ന് പോയിട്ട് കറങ്ങി വരാം. സ്പെഷ്യല് ഇതാ നമ്മള് ചോറിനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പൊ സ്പെഷ്യലൊക്കെ ഞാൻ കാണിക്കാം. ആദ്യം ഇലയില് വാഴയില എടുത്തോടുന്നു കേട്ടോ. നമുക്ക് ഈ ഇല ഉണ്ടേന്ന് കുറച്ച് ഓണത്തിന്റെ. അപ്പൊ നല്ല ഇല ഉണ്ടല്ലോ. ഞാൻ ഇതൊക്കെ കണ്ടപ്പോ അത് എടുത്തുന്നുള്ളൂ. നമുക്ക് വാഴയില തന്നെ ആയിക്കോട്ടല്ലോ വാസേട്ടാ. ഇരിക്കല്ലേ ഇനി കുറച്ചേരോട് നിന്നാ ബാക്കിയുള്ള വിരുന്നാരോടെയും കണ്ടു പോവാം. 4 മണിക്കേ വീട്ടുള്ളൂ കേട്ടോ. 5 മണിക്ക് അമ്പലത്തേക്ക് എത്താൻ മണിക്ക് അങ്ങോട്ട് പോവാം കേട്ടോ. അപ്പൊ നമ്മള് കുറേറ്റ് പോണേ. നമ്മളെ സ്പെഷ്യലൊക്കെ കാണണ്ടേ. അമ്മ സ്പെഷ്യൽ പുളി ഇഞ്ചി പുളിയ ഇഞ്ചി. പിന്നെ അമ്മ 4 ആളുള്ളൂ. 5 ആളല്ലോ ഞാന്. ഒരു പാട്ടുണ്ടോ? ഊളൊക്കെ നന്നായിട്ട് ഊണ് കഴിച്ചിട്ട് പാട്ടല്ല എന്തൊക്കെയമ്മ നല്ല പാത്രത്തേക്ക് ആക്കിയിട്ട് എടുക്കാണ്. വാസേട്ടന് ചിക്കൻ കൂട്ടാൻ പറ്റില്ല, അതാണ് വിഷയം. ചിക്കൻ ഉണ്ട് അടുപ്പത്ത്. ചിക്കൻ എനിക്ക് 200 ഗ്രാം ഡെയിലി കൂട്ടണം. അതെന്താ അറിയോ, എനിക്ക് കുറച്ച് ജിമ്മിനെ കൊണ്ട് കുറച്ച് കൂട്ടണം. അതുകൊണ്ടാണ് വൈകുന്നേരം മാത്രം സാമ്പാറിന്റെ റെസിപ്പി ചോദിച്ചല്ലോ. സാമ്പാർ ചോദിച്ചിരുന്നു. ഇപ്പൊ ഇതാ സാമ്പാർ മൺകലത്തിൽ വെച്ച നല്ല അടിപൊളി സാമ്പാർ തന്നെ ഉണ്ട്. ഇതാ വെണ്ടയ്ക്ക, മുരിങ്ങക്കായ, കുമ്പളങ്ങ, കിഴങ്ങ്, എല്ലാ കഷ്ണങ്ങളും അവിയലുണ്ട്, പയറുപ്പേരുണ്ട്, പയറ് കൈപ്പങ്ങ കൂട്ടിയിട്ട് ഉള്ളി അരിഞ്ഞതുണ്ട്, എല്ലാ അവസ്ഥ ഉള്ളി അരിഞ്ഞുണ്ട്. അത് എൻ്റെ ഒരു ഫേവറേറ്റ് സാധനം കേട്ടോ. ഉള്ളി ഇപ്പം എല്ലാത്തിനും ഇങ്ങനെ കടിക്കണ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്താ കുറച്ചൊന്നല്ല പിന്നെ ചോറാളവാണ് അമ്മരിക്ക എന്താ ചെമ്പില് പപ്പടം എനിക്ക് കൊണ്ടുവരണ്ടപ്പോ എന്താ ഒരു വെയിറ്റുള്ള സാധനം ഉണ്ട്. കറികളായി ചോറിന് വേറെ എല്ലാം എടുക്കേണ്ടി വരും അല്ലേ. പായസല്ലേ പായസല്ലേ? പായസം ഉണ്ട്.
എന്താ ചോറ് പിന്നെ മറന്നു എനിക്ക് കിട്ടുന്നില്ല ഹസേട്ടാ എനിക്ക് തരുന്നില്ല ഇപ്പൊ പോരെ പോരെ സാമ്പാറുണ്ടല്ലേ ഇല കിട്ടിയാണ് ചോറ് കിട്ടാനിട്ട് ചോറ് കിട്ടിയാണ് പായ ഇട്ടാനിട്ട് അതൊരു ചൊല്ല്. ആ മതി മതി ഇനി ഫുഡ് തന്നെ 2-3 ദിവസം ഇവിടെ കാരണം 2 ദിവസം കുട്ടികൾ വരുന്നുണ്ട് 2 ദിവസം വേറെ കുട്ടികളുണ്ട് നമ്മുടെ കുട്ടികളുണ്ട് പിന്നെ വേറെ വരുന്നുണ്ട്. അപ്പൊ ഒരു കാര്യത്തില് പറയണ്ട ചേച്ചിയെ നമ്മളെ എന്താണ് പറയാ ചേച്ചി സ്ഥലത്തിനെ വരെ നമുക്കൊന്നൊരു ഇതുണ്ടായില്ലേ പെരിന്തൽമണ്ണ മാനത്ത് മംഗലല്ല പാതൈശോ താഴേക്കോട് ഒരു ഡയാലിസ് സെന്റർ ഇന്ന് ഉണ്ട്. നമുക്ക് പോകാൻ പറ്റില്ല. താഴേക്കോട് അപ്പൊ ഉസ്താദ് നമ്മളെ വിളിച്ചിരുന്നു. പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ല. ഞാൻ വോയിസ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ അവിടെ പോണം. അതെന്താ അപ്പൊ ഞങ്ങൾ അതിന്റെ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെ പോയിട്ട് നമ്മളെല്ലാരെയും കൂട്ടിട്ട് വിരുന്നുകാരുണ്ട്. എന്ത് പായസം സന്തോഷം ഇതാണ് കയ്യില് അല്ലേ ചേച്ചിയാ ഇപ്പൊ നമ്മള് ചോറിനിട്ടെ നമ്മളെ വിശേഷം അല്ലേ ഓതേന്നോ അതെ അപ്പൊ നാളെ കാണാം അല്ലേ. നാളെ കാണട്ടെ. എല്ലാവർക്കും ബൈ.